തൽക്കാലം പാണക്കാട്ടെ ഏതൊരു കുട്ടി എന്തോ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പിന്നാലെ പോണം. ഇവർ വിചാരിച്ച് പല ഏതോ ഒരു ചൂണ്ടലിട്ടാൽ നമ്മളതിൽ വന്ന് കൊത്തുമെന്നാണ്. ഞങ്ങൾക്കിവിടെ അടിസ്ഥാന വിഷയങ്ങൾ തന്നെ തീർക്കാനുണ്ട്. ഹബീബായ ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞതുണ്ട്. ഇബ്നു തൈമിയെ മദ്ഹ് പറഞ്ഞതുണ്ട്. പാണക്കാട്ടെ വിഷയത്തിൽ വളരെ മാതൃകാപരമായ സംഭവമല്ലേ ഉണ്ടായത്. ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പിതാവായ തങ്ങൾ പറഞ്ഞത് അബദ്ധമാണ്, ഞാൻ ഉത്തരവാദിത്വത്തോടെ അത് തിരുത്തുന്നു, അതിലപ്പുറം ഇനി എന്താ വേണ്ടത്? നിങ്ങൾ പഠിപ്പിക്കുന്ന ഫിഖ് തന്നെ നോക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ എല്ലാവരും ഉത്തരം പറയേണ്ടി വരും. വയജിബു മൻഉൻ നിസാഇ മിൻ ഹുദൂരിൽ മസാജിദി ലിസ്സലവാത്ത് ഹിയ ഉലൂമുദ്ദീൻ. സ്ത്രീകളെ നിസ്കാരത്തിന് പുരുഷന്മാരോടൊപ്പം ഹാജരാകുന്നതിൽ നിന്ന് തടയൽ നിർബന്ധമാണ്. അടുത്ത വാക്കെന്താ? വമജാലിസി ദിക്രി ഇദാ ഖീഫത്തിൽ ഫിത്ന. ദിക്റിന്റെ മജ്ലിസിലേക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നതും തടയപ്പെടേണ്ടതാണ്. പാണക്കാട്ട തങ്ങളും തങ്ങളുടെ മക്കളും വിവാദമാക്കുന്നവർ മനസ്സിലാക്കുക, ഇതിന് മുട്ടിപ്പടിയില തങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും. ഇഹ്യാ ഉലൂമുദ്ദീന്റെ നേരെ ഇബാറത്താണത്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക, അത് തീർക്കേണ്ടവർ തന്നെ തീർത്തു കഴിഞ്ഞാൽ പിന്നെയും അതിൽ കടിച്ചു തൂങ്ങുക, ഇതൊക്കെ വെറും വിഭാഗീയത മാത്രമാണ്. അത് അതിലപ്പുറമുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ വേറെ പല മക്കളും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അബ്ദുൽ ഹക്കീം അസരി എന്തെല്ലാം വിടുവായത്തങ്ങളാ പറഞ്ഞേ, പിന്നെ മുഹമ്മദ് അസരി എന്തൊക്കെയാ പറഞ്ഞേ, അതൊക്കെ ഇവിടെ തിരുത്താതെ നിലനിൽക്കുകയല്ലേ. അപ്പം ആദ്യം അതൊക്കെ ഒന്ന് തിരുത്തി, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഞങ്ങൾ ആ വിഷയം മാറ്റി അതിൻ്റെ പിന്നാലെ വരും. അതൊന്നും നിങ്ങൾ വ്യാമോഹിക്കണ്ട. ഇബ്നു തൈമിയയിൽ നിങ്ങളെ കെട്ടിയിടുക തന്നെ ചെയ്യും. അടിസ്ഥാന വിഷയങ്ങൾക്ക് മറുപടി പറയാതെ നിങ്ങളെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കൂല. എന്തൊക്കെ അടവുകളാണ് എടുക്കുന്നതെന്നാ മിണ്ടാൻ കഴിയില്ല, സ്റ്റോപ്പായി പോയി എല്ലാം. എവിടെ ഓൺലൈനിലുള്ള ആളുകളൊക്കെ ഇബ്നു തൈമിയയിൽ ഒന്ന് പ്രതികരിക്കട്ടെ അവർ.